ഇന്ന് ഇന്ത്യയിൽ ഇലക്ട്രിക് കാറിൻ്റെ ആധിപത്യം അവിടെ ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ ഇലക്ട്രിക് കാറിൻ്റെ ചാർജിങ് സ്റ്റേഷൻ നിർമ്മിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇലക്ട്രിക് കാർ ചാർജിങ് സ്റ്റേഷൻ്റെ ബിസിനസ് ഐഡിയയെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. പെട്രോൾ പമ്പ് പോലെ തന്നെ ഇന്ന് ചാർജിങ് സ്റ്റേഷൻ അത്യാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ നിർമ്മിക്കാം. വെറും പെട്രോൾ പമ്പ് തുടങ്ങുന്ന ആ ഒരു എമൗണ്ട് പോലും ആകത്തില്ല. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ പെട്രോൾ പമ്പ് എങ്ങനെ തുടങ്ങാമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നമുക്ക് കിട്ടിയ അന്യായ സപ്പോർട്ടാണ്. സോ അതുപോലെ ഈ ഒരു വീഡിയോ നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. സോ നിങ്ങൾക്കും തുടങ്ങാൻ പറ്റുന്ന സംഭവമാണ് ഈ ഒരു ഇലക്ട്രിക് കാർ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് യാതൊരു റിസ്ക് ഫാക്ടറും ഇല്ല. കാരണം ഞാൻ അത്രയ്ക്ക് വിശ്വസിക്കുന്ന ഒരു കമ്പനിയിലോട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. സോ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് ഗോ ഈസി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സോ ഈ കമ്പനിയെ പറ്റി എനിക്ക് പേഴ്സണലി സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അറിയത്തില്ല. ഈ കമ്പനിക്കാരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഞാൻ അന്വേഷിച്ചെടുത്തോളം നമ്മളെല്ലാ വീഡിയോയും ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ്. സോ ഞാൻ അന്വേഷിച്ചിടത്തോളം ഈ ഒരു ഗോ ഈസി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബെസ്റ്റ് ചോയ്സാണ്. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് നല്ലൊരു സ്ഥലമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേറെ 30 ലക്ഷം രൂപ എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ സ്റ്റാർട്ടാക്കാം. സോ എങ്ങനെയാണെന്നല്ലേ, സോ ഈ ഒരു 30 ലക്ഷമായിട്ട് നിങ്ങൾ ഈ ഒരു ഗോ ഈസി എന്ന് പറയുന്ന ഈ സ്വന്തമായിട്ട് സ്ഥലവും കൂടെ ഉണ്ടെങ്കിൽ ഗോ ഈസി എന്ന് പറയുന്ന ആ ഒരു കമ്പനിയെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വേറെ ഒരു റിസ്ക് ഫാക്ടറുമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് തരും. ഒരു മെഷീനും അതേപോലെ തന്നെ സ്പേസും അതേപോലെ തന്നെ ആംബിയൻസ് എല്ലാം അവർ സെറ്റ് ചെയ്ത് തരും ഈ ഒരു 30 ലക്ഷം രൂപയ്ക്ക്. അതേപോലെ തന്നെ ആ ഒരു ചാർജിങ് സ്റ്റേഷനിലെന്ന് വെച്ചാൽ 2 ഫ്ലഗ് വരുന്നതാണ്. അതായത് 2 ചാർജിങ് പിന്ന് വരുന്നതാണ്. ഒരേ സമയം 2 കാർ നിങ്ങൾക്ക് സുഖമായിട്ട് അവിടെ ചാർജ് ചെയ്യാനുള്ള സാധിക്കും. അതേപോലെ തന്നെ ഇതിൽ വേറെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 വർഷമായിട്ടും ഒരു വണ്ടിയും ചാർജിങ്ങിൽ വന്നില്ലെങ്കിൽ അവർ അതിൻ്റെ റിട്ടേൺസ് തിരിച്ചും തരുന്നതായിരിക്കും. സോ ഇതിൽ നിങ്ങൾ ആ ഒരു കമ്പനിയിൽ ഗോ ഈസി എന്ന് പറയുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റാണ് ചെയ്യുന്നത്. സോ അവർക്ക് ഗ്യാരൻ്റി ആയിട്ട് നിങ്ങൾക്ക് 10% റിട്ടേണും ഗ്യാരൻ്റി അവർ തരുന്നുണ്ട്. 10% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. സോ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു ബിസിനസ് ആയിട്ട്, സോ സ്ഥലം നിങ്ങളുടെയാണ്. ജസ്റ്റ് നിങ്ങൾ 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. കയ്യിലുണ്ടെങ്കിൽ 15 ലക്ഷം തൊട്ട് 30 ലക്ഷം വരെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ സോ ഞാൻ പറയുന്നത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ ഇത്ര നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ. സോ പെട്രോൾ പമ്പ് തുടങ്ങാനിരുന്ന ആ ഒരു പെട്രോൾ പമ്പിനാണ്. ആ പെട്രോൾ പമ്പിൻ്റെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. അതിന് പിറകെ നിങ്ങളെല്ലാം ഓടി നടക്കേണ്ടി വരും. ഇത് നിങ്ങൾക്ക് നോ റിസ്ക് ഫാക്ടറാണ്. അതിപ്പോൾ നല്ല രീതിയിലുള്ള 10% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. സോ ഇതിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. സോ മോസ്റ്റ്ലി എല്ലാ വണ്ടിയിലും ഇപ്പോൾ ഒരേ മോഡൽ പിന്നാണ് വരുന്നത്. സോ ചാർജ് ചെയ്യുന്ന പിന്നെ ഒരേ മോഡലാണ്. അതിപ്പോൾ തന്നെ ഈ ഗോ ഈസി എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചാർജിങ് സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള ഒരു എല്ലാം ആയെന്ന് വെച്ചോ, ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ പൈസ മാത്രം അവർക്ക് കൊടുത്താൽ മതി. ഈ ഒരു KSEB വരെ അവർ എല്ലാ പെർമിഷനും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്നത് പോലെ അതേപോലെ തന്നെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലൊരു പ്രീമിയം ലുക്കിൽ തന്നെ അവർ ആ ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്ത് തരും. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കയ്യിൽ ഇപ്പം ഒരൊറ്റ മെഷീനാണെങ്കിൽ 35 ആണ്. എബോ 35 പോകും. അതേപോലെ തന്നെ സിംഗിളായിട്ട് നിങ്ങൾക്ക് വെക്കാം. അത് 50 അങ്ങനെ വരും. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു അവസരമാണ് നിങ്ങൾക്ക് ഈ ഗോ ഈസി എന്ന് പറയുന്നത്. നല്ലൊരു ഡെവലപ്പിംഗ് ആയിട്ടൊരു കമ്പനിയാണ്. സോ പല യൂട്യൂബേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ഈസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് 2 വർഷത്തിനപ്പുറം ഒരുപാട് പേര് ഈ ഗോ ഈസി എന്നും പറഞ്ഞിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിൽ ഡെപ്പോസിറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്സും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല, സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്കൊരു ചാർജിങ് സ്റ്റേഷൻ നിർമ്മിക്കണമെങ്കിൽ സോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഉടനെ തന്നെ നമ്മൾ ഈ ചാനൽ വരുന്നതായിരിക്കും. സോ അത് മിസ്സായിരിക്കും. ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബിസിനസ് പ്ലാൻ, ഒരു വെറൈറ്റി ബിസിനസ് പ്ലാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവരും ചെയ്യട്ടെ, അവരും രക്ഷപ്പെടട്ടെ. സോ ഇതിലും മികച്ച നല്ല കണ്ടന്റ് ടൈം ഈസ് മണി വീണ്ടും വരുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.